ശ്ലീഹാകാലം 4-ാം ഞായർ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 60 മുതൽ 69 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ജീവന്റെ വചനങ്ങൾ. അസാമാന്യ കാര്യങ്ങളുടെ വിവരണങ്ങളടങ്ങിയ യോഹന്നാന്റെ സുവിശേഷത്തിലെ 6-ാം അധ്യായത്തിൽ ആദ്യം 5 അപ്പം കൊണ്ട് 5000 തീറ്റിപ്പോറ്റുന്നതും രണ്ടാമതായി വെള്ളത്തിന് മീതെ നടക്കുന്നതുമായ അത്ഭുതങ്ങൾക്കു ശേഷമാണ് ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള ഇന്നത്തെ പ്രബോധനം നാം വായിക്കുന്നത്. ഒരിക്കലും ഒരു മനുഷ്യന് സാധിക്കാത്ത ആദ്യത്തെ 2 അത്ഭുതങ്ങൾ അവർ അംഗീകരിക്കുകയും ആസ്വദിക്കുകയും ചെയ്തു. ഇതൊക്കെ ചെയ്യാൻ കഴിവുള്ളവന് സ്വന്തം ശരീരത്തെ അപ്പമാക്കി മാറ്റാൻ കഴിയുമെന്ന് പറഞ്ഞപ്പോൾ അവനെ അനുഗമിച്ചവർ നല്ലൊരു ശതമാനവും ഈ വചസ്സുകൾ കഠിനമാണ്, അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനെ എന്നേക്കുമായി വിട്ടുപോയി. ഇത് കണ്ട അവൻ്റെ ശിഷ്യന്മാർ ആകെ അസ്വസ്ഥരും മനമിടിഞ്ഞവരുമായി തീർന്നു. വളരെ കഷ്ടപ്പെട്ട് ഒരു കൺവെൻഷനിലേക്ക് ആളുകളെ കൂട്ടിയിട്ട് ധ്യാനഗുരുവിൻ്റെ പിടിപ്പേടുകൊണ്ട് ജനങ്ങൾ പിരിഞ്ഞു പോയാലുണ്ടാകുന്ന സങ്കടം പോലെയാണ് അവർക്കുണ്ടായ അനുഭവം. പിറുപിറുത്തുകൊണ്ട് അവനെ സമീപിച്ച ശിഷ്യരോടും നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ എന്ന് അർത്ഥശങ്കക്കിടമില്ലാത്ത ഒരു ചോദ്യമാണ് യേശു ചോദിക്കുന്നത്. ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാൻ കഴിയാത്തത്ര കർക്കശമായ നിലപാടുകളാണ് തന്നെ അനുഗമിക്കുന്നവർക്ക് യേശു നൽകുന്ന വെല്ലുവിളി. ലൗകികതയ്ക്ക് ഒട്ടും തന്നെ ഇടമില്ലാത്ത നിലപാടുകാർക്ക് മാത്രമേ അവനെ അനുഗമിക്കുവാൻ കഴിയൂ. തുടങ്ങി വെച്ചിട്ട് പിന്നോട്ട് തിരിഞ്ഞു നോക്കിയവരാരും അനുഗമനത്തിന് യോഗ്യരല്ല. സർവ്വസ്വാതന്ത്ര്യത്തോടെ വേണം ഈ യാത്രാസംഘത്തിൽ അണിനിരക്കാൻ. കല്ലും മുള്ളും നിറഞ്ഞ ഇടുങ്ങിയതും സുഖമല്ലാത്തതുമായ വഴികൾ താണ്ടി വേണം സഞ്ചാരം തുടരാൻ. അവസാനം വരെ പിടിച്ചു നിൽക്കണമെങ്കിൽ വഴി നടത്തുന്നവനിൽ പരിപൂർണ വിശ്വാസം വേണം. അവനിൽ വിശ്വസിക്കുക എന്നത് മാത്രമാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി. ആർക്കാണ് സ്വർഗത്തിൽ നിറങ്ങി വന്ന അപ്പം സ്വീകരിക്കാനുള്ള വരം ലഭിക്കുക? ഇത് കേട്ടപ്പോൾ അവർക്കിടയിൽ തർക്കമുണ്ടായി. അപ്പോൾ അവൻ വീണ്ടും പറഞ്ഞു, നിങ്ങൾ ദൈവപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയമാണ്. ഇത് ഭക്ഷിക്കുന്നവർ എന്നേക്കും ജീവിക്കും. അതിനുശേഷം ശിഷ്യരോട് നിങ്ങളും പോകുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് പറയുന്ന മറുപടി, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു എന്നതാണ്. എന്നാൽ വീമ്പ് പറഞ്ഞവർ ഓരോരുത്തരായി വീണുപോയ കഥയാണ് പിന്നീട് നടന്നത്. ഒരുവൻ ഒറ്റിക്കൊടുത്തു, മറ്റുള്ളവർ ഉപേക്ഷിച്ചു പോയി. പക്ഷേ അവരെ തന്നെ ലോകത്തിന് ജീവൻ നൽകാൻ അവൻ പ്രാപ്തരാക്കി. അവൻ്റെ നാമനിമിത്തം ആദ്യം അവർ തങ്ങളുടെ ജീവനെ തന്നെ ബലി കൊടുക്കേണ്ടി വന്നു. ആദിമ നൂറ്റാണ്ടിൽ യേശുവിനെ പ്രതി ആയിരക്കണക്കിന് ആളുകളാണ് രക്തസാക്ഷിത്വം ഏറ്റുവാങ്ങിയത്. യേശുവിനെ പോലെ ദൈവേഷ്ടത്തിനായി സ്വയം മുറിവേൽക്കുവാൻ വിട്ടുകൊടുത്തവരും ജീവൻ ത്യജിച്ചവരും അന്ത്യദിനത്തിൽ അത് വീണ്ടെടുക്കും. നമ്മുടെ സ്ഥാനം എവിടെയാണ്? ഈ വചനം കഠിനമാണെങ്കിലും അത് അംഗീകരിച്ച കൂട്ടത്തിലാണോ ഇറങ്ങിപ്പോയവരുടെ കൂട്ടത്തിലാണോ? രണ്ടിനും ഇടയിലെ നിലപാട് കപടതയാണ്. ഇറങ്ങിപ്പോയവരെക്കാൾ അപമാനകരമാണ് അത്. 2 വള്ളത്തിൽ കാൽ വെച്ചതുപോലെ വലിയ വിപത്തിൽ അത് കലാശിക്കും. ശിഷ്യർ പോലും ഇടറിയവരുടെയും വിട്ടുപോയവരുടെയും പ്രതിനിധികളായിട്ടാണല്ലോ നമ്മുടെ ജീവിതം. വചനാനുഷ്ഠിതമാണോ നമ്മുടെ ജീവിതം? ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവ മനുഷ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളാണ്. എന്നാൽ എല്ലാറ്റിനും പ്രധാനപ്പെട്ടതാണ് വചനം. വാക്കും ജീവനും ഒരുമിക്കുമ്പോഴാണ് വചനമുണ്ടാകുക. പറഞ്ഞ വാക്ക് നിവൃത്തിയാക്കുന്നിടത്ത് ദൈവം വസിക്കുന്നു. ജീവൻ നൽകുന്ന വചനമാണ് ദൈവം. ശരീരത്തിന് ജീവൻ നൽകുന്നത് ആത്മാവാണ്. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ജീവന്റെ അപ്പത്തെക്കുറിച്ച് യേശു പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. വാക്കു പറഞ്ഞിട്ട് അത് പാലിക്കാത്തത് ലൗകികതയുടെ ലക്ഷണമാണ്. അവരിൽ ജീവൻ കുടികൊള്ളുന്നില്ല. ജ്ഞാനസ്നാനവ്രതത്തിലും വ്രതവാഗ്ദാനത്തിലും നാം ഏറ്റുപറഞ്ഞ വാക്കുകൾ യാതൊരു മനസ്സാക്ഷിക്കുത്തുമില്ലാതെ ലംഘിക്കുമ്പോൾ, ജീവിച്ചിരിക്കുമ്പോൾ തങ്ങളെ തന്നെ മരണത്തിനും അതുവഴി സാത്താനും വിട്ടുകൊടുക്കുന്നതിന് തുല്യമാണ്.